ഹലോ മക്കളെ, +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ 2025 ഫൈനൽ എക്സാമിന്റെ ആൻസർ കീ വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് അറിയാം. ഓക്കെ, കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിട്ടായിരുന്നു ഈ പ്രാവശ്യത്തെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ എക്സാം ഉണ്ടായിരുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ മോഡൽ എക്സാം എന്ത് ചെയ്തു? മോഡൽ എക്സാം കുറച്ച് സിമ്പിൾ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. മോഡൽ എക്സാം സിമ്പിൾ ആയിട്ട് ചോദിച്ചു ആൻഡ് ഫൈനൽ എക്സാം അവർ എന്ത് ചെയ്തു? കുറച്ചൊന്ന് കടുപ്പിച്ചു. ഫൈനൽ എക്സാം കംപ്ലീറ്റ് ഭയങ്കര ടഫാണ്, ഒരിക്കലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലായിരുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. എന്നാലും കുറെ നമുക്ക് എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഒരു വീഡിയോന്റെ താഴെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ഈ വീഡിയോ പോസ് ചെയ്തിട്ട് മക്കളെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ ഞാൻ ആൻസർ കീ ഡിസ്കഷനിലേക്ക് വരികയാണ്. കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണം, നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ എക്സാം ഈ രീതിയിൽ ഭയങ്കരമായിട്ട് ടഫ് ആകുമ്പോൾ മേ ബി ഒരുപക്ഷെ വാല്യുവേഷനും കാര്യങ്ങളൊക്കെ ലിബറൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു എക്സാമിനെ പറ്റി ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഇനിയുള്ള ബാക്കിയുള്ള എക്സാമുകളിലേക്ക് എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസേഴ്സ് ജസ്റ്റ് ഒന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്. സാധാരണ കഴിഞ്ഞതിനെ പറ്റിയിട്ട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ എന്തായാലും ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ എന്താന്നുള്ളത് അല്ലെ, ചിലപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കുട്ടികൾക്കെങ്കിലും സമാധാനം ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എം ടി സെറ്റ് ഡാറ്റ എന്ന് പറയുമ്പോൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത് വോയിഡ് എന്ന് പറയുന്നതാണെന്ന് അറിയാം. ഓക്കെ, ഏത് കീവേഡ് ആണ് നമ്മൾ വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് വാർ കീവേഡ് ആണ് ജാവാസ്ക്രിപ്റ്റിൽ. പിന്നെ വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് അഡ്മിനിസ്ട്രേറ്റിംഗ് പബ്ലിഷിംഗ് വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല CMS തന്നെയാണ്. നാലാമത്തെ ഡാറ്റ അബൌട്ട് ഡാറ്റ, ഇത് കുറച്ച് ഇൻഡയറക്റ്റ് ഒന്നുമല്ല, പക്ഷെ ഇത് അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമല്ല. പക്ഷെ പൊതുവെ ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെയാണ്, ഏതെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി മെയിൻ ചെയ്യുന്നത് ഒരു ഫുൾ മാർക്ക് കിട്ടേണ്ട കുട്ടിക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ 5 വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുക. അപ്പൊ നിങ്ങൾ ഇതിന് വല്ലാതെ ടെൻഷൻ അടിക്കേണ്ട. ഡാറ്റ അബൌട്ട് ഡാറ്റ, മെറ്റാ ഡാറ്റ എന്നാണ് അതിന്റെ ആൻസർ. പിന്നെ വൈൽഡ് കാർഡ് ക്യാരക്ടർ യൂസ്ഡ് ടു മാച്ച് എ സിംഗിൾ ക്യാരക്ടർ ഡ്യൂറിംഗ് പാറ്റേൺ മാച്ചിങ്. അതായത് പാറ്റേൺ മാച്ചിങ്ങിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ അല്ല ചോദിച്ചത്. പാറ്റേൺ മാച്ചിങ്ങിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ചോദിച്ചാൽ ലൈക്ക് ആയിരുന്നു ആൻസർ. ഓക്കെ, പക്ഷെ ഇവിടെ എക്സാക്ട് കറക്റ്റ് ആൻസർ ലൈക്ക് അല്ല, ഏത് വൈൽഡ് കാർഡ് ക്യാരക്ടർ ആണ്. ഒരു സിംഗിൾ ക്യാരക്ടറിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വൈൽഡ് കാർഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് അണ്ടർസ്കോർ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഇനി ചിലപ്പോൾ നിങ്ങൾ അണ്ടർസ്കോർ എന്ന് എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഒരുപക്ഷെ നിങ്ങൾ ലൈക്ക് എന്നൊക്കെ എഴുതി കഴിഞ്ഞാലും ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് തരുമായിരിക്കും. ഇനിയിപ്പോൾ ചില ആൾക്കാർ പെർസെൻറ്റേജ് സിമ്പിൾസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ വൺ ഓർ മോർ ക്യാരക്ടേഴ്സിനെ മാച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അണ്ടർസ്കോർ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇനി ചിലപ്പോൾ നിങ്ങൾ ലൈക്ക് എഴുതിയാലും ഒരുപക്ഷെ നിങ്ങൾക്ക് മാർക്ക് കൊടുക്കുമായിരിക്കും, കാരണം ക്വസ്റ്റ്യൻസ് കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടാണ് വന്നത്. അനാലിസിസ് ആൻഡ് റീഡിസൈൻ ഓഫ് വർക്ക് ഫ്ലോ, ഒരു എന്റർപ്രൈസിലുള്ള വർക്ക് ഫ്ലോനെ നോക്കിയിട്ട് അനാലിസിസ് നടത്തിയിട്ട് റീഡിസൈൻ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുക BPR എന്നാണ്. ഇത് അധികം കുട്ടികളും ചിലപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ടാവില്ല, നമുക്കറിയാലോ. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു കുട്ടിക്ക് കിട്ടിയാൽ ഒരുപക്ഷെ ആ ഒരു ഹാളിൽ ഉള്ള കുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസ്ഥയാണ് സാധാരണ കണ്ടുവരാറുള്ളത്. ബട്ട് എനിവേ ഈ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കിട്ടിയിട്ടുണ്ടാവില്ല. BPR എന്നുള്ളതാണ്, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഡിഫൈൻ അറേ എന്ന് പറയുന്ന അല്ലെ, നിങ്ങളിപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ചെറിയ സാർ ഇങ്ങനെ എഴുതിയ മാർക്ക് കിട്ടുമോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ മക്കളെ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആൻഡ് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറേന്റെ ഡെഫിനിഷൻസ് പിന്നെ സിമ്പിൾ ആണ്, നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. സ്റ്റേറ്റ്മെന്റ് ടു ഇനീഷ്യലൈസ് ആൻ അറേ ടു സ്റ്റോർ 5 മാർക്ക്, 5 മാർക്ക് എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു ഇൻറ്റീജർ അറേ അങ്ങ് ഉണ്ടാക്കുക, ഇൻഡ് എക്സ് എന്നങ്ങനെ പറഞ്ഞിട്ട് പേരെന്ന് കൊടുക്കുക. സ്ക്വയർ ബ്രാക്കറ്റിൽ 5 സൈസ് കൊടുത്താൽ മതി, കാരണം 5 മാർക്കാണ് പറയുന്നത്. ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് ബ്രേസ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ ഇടയിൽ ഒരു 5 വാല്യൂസ് അങ്ങ് കൊടുക്കുക, എന്തെങ്കിലും 5 വാല്യൂസ്. ഞാൻ ഇപ്പം ഫോർ എക്സാമ്പിൾ 10, 20, 30, 40, 50 ഒരു 5 വാല്യൂസ് വേണം കേട്ടോ. 40 ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മേലെ ചെയ്യുന്നുണ്ട്. 50 അങ്ങനെ 5 വാല്യൂസ് കൊടുക്കുക, സെമിക്കോളൻ കൊടുക്കുക. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, ഇനീഷ്യലൈസ് ആൻ അറേ ടു സ്റ്റോർ 5 മാർക്സ്. രണ്ട് മെത്തേഡ്സ് ഓഫ് കോളിംഗ് ഫംഗ്ഷൻ പിന്നെ നമുക്കറിയാം, കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസും ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ നമ്മൾ പലതവണ പറഞ്ഞതാണ്. ഇതിന്റെ ഡിഫറൻസ് ആണ് ഇവിടെ എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. അത് ആ 3 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ, 3 പോയിന്റ് ഇല്ലെങ്കിൽ ഒരു 2 പോയിന്റെങ്കിലും എഴുതിയാൽ മതി. ഇവിടെ 2 മാർക്കിന്റെ ചോദ്യമാണ് അല്ലെ. പിന്നെ ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ചോദ്യമാണ്. കണ്ടെയ്നർ ടാഗും എം ടി ടാഗും ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ IMG എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് കണ്ടെയ്നർ അല്ല. IMGക്ക് എന്തില്ല, ക്ലോസിംഗ് ഇല്ല, ഇത് എം ടി ആണ്. BR അതേപോലെ തന്നെ എം ടി
ടാഗ് ആണ്. ഹെഡിന് ഓപ്പണിംഗും ക്ലോസിംഗും വരുമല്ലോ, അപ്പോൾ അത് കണ്ടെയ്നർ ആണ് അല്ലെ. HR എന്ന് പറയുന്നത് എം ടി ടാഗ് ആണ് അല്ലെ. പിന്നെ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിന്റെ ഡിഫറൻസ് ഒരു 2 ഡിഫറൻസ് എങ്കിലും എഴുതിയാൽ മതി. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ഡയറക്റ്റ് ചോദ്യമായിട്ട് പറഞ്ഞാണ്. പിന്നെ HTML കോഡ് ടു ഡിവൈഡ് ബ്രൗസർ വിൻഡോ, ഇത് മോഡൽ എക്സാമിന് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ 2 വെർട്ടിക്കൽ ഫ്രെയിംസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറയുന്നത്. അതായത് നമ്മളെ ബ്രൗസർ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ 2 വെർട്ടിക്കൽ ഫ്രെയിംസ്, 2 ഈക്വൽ വെർട്ടിക്കൽ ഫ്രെയിംസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വെർട്ടിക്കൽ ഫ്രെയിംസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ ഏത് ടാഗ് ഉപയോഗിക്കും? ഫ്രെയിം സെറ്റ് അല്ലെ. ഫ്രെയിം സെറ്റ് ടാഗ് ഉപയോഗിക്കുക. ഫ്രെയിം സെറ്റ് ടാഗ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഫ്രെയിം സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെർട്ടിക്കൽ ഫ്രെയിംസ് ആക്കണേ. റോസ് ഈക്വൽ ടു എന്നല്ല എഴുതുക, കോൾസ് ഈക്വൽ ടു എന്ന് എഴുതുക. എന്നിട്ട് രണ്ടും ഈക്വൽ ആണ് വിഡ്ത്ത് പറയുന്നത് അല്ലെ. അപ്പോൾ 50% 50%, രണ്ടിന് ഈക്വൽ വിഡ്ത്ത് ഇടണമെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ പറയാം 50% 50%. ഡബിൾ കോഡ്സിലായിരിക്കണം അത് കൊടുക്കുന്നത് കേട്ടോ. കാരണം കോഡ്സിന്റെ വാല്യൂ 50% 50% ആയിട്ട് കൊടുക്കുക. ഫ്രെയിം സെറ്റ് അവിടെ ഓപ്പൺ ചെയ്തു, ഫ്രെയിം സെറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഫ്രെയിം സെറ്റ് അങ്ങ് ക്ലോസ് ചെയ്ത് വെക്കുക. ഇത്രയും എഴുതിയാൽ മതി നിങ്ങൾ. ശരി, ഇത്രയും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിനെ മാർക്ക്. കോൾസ് ഈക്വൽ ടു 50% 50%. കാരണം ഈക്വൽ ആയിട്ടാണ്, ഈക്വൽ വെർട്ടിക്കൽ ഫ്രെയിംസ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ചില ആൾക്കാരൊക്കെ റോസ് എഴുതിയിട്ടുണ്ടാവും, ടെൻഷൻ അടിക്കേണ്ട. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മാർക്ക് തരുമായിരിക്കും. കാരണം എക്സാം വാല്യുവേഷൻ ഒക്കെ കുറച്ച് ലിബറൽ ആക്കാനുള്ള സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് ആയതുകൊണ്ട് കോൾസ് ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത്. പിന്നെ OL-ഉം UL-ഉം, OL ഓർഡർ ലിസ്റ്റിനും UL ടാഗ് അൺഓർഡർ ലിസ്റ്റുമാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ എഴുതി കഴിഞ്ഞാൽ അത് ആൻസർ റെഡിയാണ്. പിന്നെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ സ്ട്രിംഗ് അഡിഷൻ ഓപ്പറേറ്റർ. സ്ട്രിംഗ് അഡിഷൻ ഓപ്പറേറ്റർ ഏതാ? ജാവാസ്ക്രിപ്റ്റിൽ പ്ലസ് ഓപ്പറേറ്റർ ആണ്. അതായത് പ്ലസ് ഓപ്പറേറ്ററിനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ ജാവാസ്ക്രിപ്റ്റിൽ 2 സ്ട്രിങ്സ് ആഡ് ചെയ്യാമെന്ന് എഴുതാം. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ എഴുതാം. ഒരു എക്സാമ്പിൾ എങ്ങനെ എഴുതാം? ജസ്റ്റ് ഇത് ഇത്രയും മതി. ഗുഡ് എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ആണ്. ഗുഡ് എന്ന് പറയുന്ന സ്ട്രിംഗ് പ്ലസ് ഇതിന്റെ കൂടെ മോർണിംഗ് എന്നെങ്ങാനും പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രിംഗ് കൊടുത്താൽ അല്ലെ, ഇങ്ങനെ ഒരു സ്ട്രിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ആയിട്ട് ദിസ് വിൽ റിട്ടേൺ ദ വാല്യൂ, അല്ലെങ്കിൽ ഇതിന്റെ ആൻസർ ഈക്വൽ ടു എന്തായിരിക്കും എന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോ. ഡബിൾ കോഡ്സിൽ ഗുഡ് മോർണിംഗ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ. ഭയങ്കര വലിയ എക്സാമ്പിൾസ് ഒന്നും ആവശ്യമില്ല. ഇത് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന സ്ട്രിംഗ് ആക്കി തരും. ഇത്രയേ ഉള്ളൂ. പിന്നെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഡാറ്റ ഇൻഡിപെൻഡൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും. ജസ്റ്റ് അതെന്താണെന്ന് ഡിസ്ക്രൈബ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതെന്താണെന്നുള്ള ഡെഫിനിഷൻ എഴുതിയാൽ മതി. അതേപോലെ തന്നെ അടുത്ത ചോദ്യം, നമുക്കൊരു ടേബിൾ തന്നിട്ട് ഇവർ ചോദിച്ചതാണ്. ഈ ടേബിളിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കോളത്തിന്റെ എണ്ണമാണ്. അപ്പോൾ ഇവിടെ എത്ര കോള തന്നിട്ടുള്ളത്? 4 കോളാണ്. അപ്പോൾ ഡിഗ്രി എത്രയാണ്? ഇവിടെ 4 ആണ്. പ്രൈമറി കീ ആയിട്ട് ഇതിൽ ഏത് എടുക്കുന്ന ചോദിക്കുന്നത്. പേരെന്തായാലും എടുക്കാൻ പറ്റില്ലല്ലോ. കാരണം നിങ്ങൾ ആലോചിച്ചു, ഒരു ടേബിൾ ആകുമ്പോൾ പേരൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരൂലേ. ഇത് മേ ബി രജിസ്ട്രേഷൻ ടേബിൾ ഫോർ സ്പോർട്സ് എന്നല്ലേ. സ്പോർട്സിന് പങ്കെടുക്കുന്ന കുട്ടികളല്ലേ. സെയിം പേരുള്ള കുട്ടികൾ തന്നെ സ്പോർട്സിന് പങ്കെടുക്കൂലേ. അപ്പോൾ നമ്മളെപ്പോഴും അഡ്മിഷൻ നമ്പർ ആയിരിക്കും ഇവിടെ നമുക്ക് എന്താക്കി എടുക്കാൻ പറ്റുക. അഡ്മിഷൻ നമ്പർ ആയിരിക്കും പ്രൈമറി കീ. കാരണം അഡ്മിഷൻ നമ്പർ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല, അത് എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്ത് വരില്ല. അഡ്മിഷൻ നമ്പർ എന്തായാലും റിപ്പീറ്റ് ചെയ്ത് വരില്ലല്ലോ, അത് ഉറപ്പാണ്. പേര് പക്ഷെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഒരു പക്ഷേ റിപ്പീറ്റ് ചെയ്യാം. കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുക എന്താണ്? അഡ്മിഷൻ നമ്പർ ആണ്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ഡിലീറ്റ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ നമ്മൾ ലൈവിലും അതുപോലെ തന്നെ നമ്മളെ A+ സീരീസിലും ഒക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിളിലുള്ള ഇൻഡിവിജ്വൽ റോസ് ഡിലീറ്റ് ചെയ്യാനാണ്. ഡ്രോപ്പ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ടേബിൾ തന്നെ ഡിലീറ്റ് ചെയ്യാനാണ്. ടേബിൾ ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഒരു ടേബിളിലുള്ള കോളംസും വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം? ഡ്രോപ്പ് ഉപയോഗിക്കും. ഇതാണ് അതിന്റെ വ്യത്യാസം. ഓക്കെ, അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ഏതൊക്കെയായിരുന്നു? സമ്മ്, AVG, മിന്, മാക്സ്, കൗണ്ട്. അതിന്റെ നോട്ട് എഴുതാൻ പറയുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം എന്താന്ന് എഴുതണേ. സമ്മ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ AVG എന്താന്നുള്ളത് ജസ്റ്റ് എന്താന്നുള്ളത് മാത്രം എഴുതുക. GPS-ന്റെ ഫുൾ ഫോം നമുക്കറിയാം, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ആണ്. ആ ഡെഫിനിഷൻ എഴുതിയാൽ മതി. പിന്നെ ഏതെങ്കിലും ഡിസ്റ്റിങ്വിഷ് ദ 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഇതിനെ മൂന്നിന്റെയും വ്യത്യാസം അങ്ങ് എഴുതി കൊടുത്താൽ മതി. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഇതിന്റെ മൂന്നിന്റെ വ്യത്യാസം. അതായത് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോർ ലൂപ്പിനോട് എക്സാമ്പിൾ ചെയ്താൽ, വൈലിന് എക്സാമ്പിൾ ചെയ്താൽ, ഡു വൈലിന് എക്സാമ്പിൾ ചെയ്താൽ. ഇത് ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിലും എൻട്രി കൺട്രോൾഡ് ആണെന്ന് ചെയ്താൽ, ഇത് എക്സിറ്റ് കൺട്രോൾഡ് ആണെന്ന് ചെയ്താൽ. അതുപോലെ തന്നെ ഫോർ ലൂപ്പിലും അതുപോലെ തന്നെ വേറെ കാര്യം, വൈൽ ലൂപ്പിലും ഡു വൈൽ ലൂപ്പിലും ഇനീഷ്യലൈസേഷൻ ആദ്യം കൊടുക്കണം എന്ന് ചെയ്താൽ അല്ലെ. എന്നാൽ ഫോർ ലൂപ്പിൽ ഇനീഷ്യലൈസേഷൻ ലൂപ്പിന്റെ ഡെഫിനിഷന്റെ കൂടെയാണെന്ന് ചെയ്താൽ. അങ്ങനെയൊക്കെ ഒരു ഡിഫറൻസ് ആയിട്ട് ഒരു 3 പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചാൽ മതി. ഒരു എക്സാമ്പിൾ ഒക്കെ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ അതിന് മാർക്ക് കിട്ടും. 3 പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡിഫറൻസ് സെറ്റ് ആയിരിക്കും. പിന്നെ ഗെറ്റസും സീനിന്റെയും വ്യത്യാസം നമ്മൾ പഠിച്ചതാണ് ലൈവിലും അതുപോലെ തന്നെ നമ്മൾ വീഡിയോയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഗെറ്റസ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണ്, സീന് ഓപ്പറേറ്റർ ആണ്. ഗെറ്റസ് വൈറ്റ് സ്പേസ് അടക്കം സ്ട്രിംഗ് റീഡ് ചെയ്യും, എന്നാൽ സീന് സ്പേസ് ഇല്ലാതെ റീഡ് ചെയ്യും. സോറി, സീന് സ്പേസ് റീഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് വ്യത്യാസം അല്ലെ. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താ ആൻസർ ചെയ്ത്? ഐ ആം ഫൈൻ. ഇത് ഒന്നുമില്ല. ഇതിന് എത്ര മെമ്മറി വേണമെന്ന് വെച്ചാൽ ഇതിന് എത്ര ക്യാരക്ടർ ഉണ്ട് നോക്കിയാൽ മതി. 1 സ്പേസ് ഒരു ക്യാരക്ടർ ആണ്, 2 ഒരു ക്യാരക്ടർ ആണ്, 3 ഇപ്പൊ 4 സ്പേസ് ഒരു ക്യാരക്ടർ ആണ്, 5 അപ്പൊ ഇത് 6 7 8 9 9 ക്യാരക്ടേഴ്സ് ഐ ആം ഫൈൻ എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ തന്നെ ഉണ്ട്.
9 ക്യാരക്ടേഴ്സ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ അതുകൂടാതെ ഒന്നും കൂടെ +1 കൂടെ നിങ്ങൾ ചെയ്യുക. കാരണം ഇത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഐ ആം 5 എന്ന് പറയുന്ന സ്ട്രിങ് ആണല്ലോ. അപ്പൊ അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ /0 വേണ്ടി വരും. അപ്പോൾ അതും കൂടെ കൂട്ടുമ്പോൾ 10. അപ്പൊ ഇത് 10 ക്യാരക്ടേഴ്സ് ആവും എന്ന് മനസ്സിലാവുക. 10 ക്യാരക്ടർ ആണെങ്കിൽ അതിന് എത്ര മെമ്മറി വേണം? 10 ക്യാരക്ടർ ആണെങ്കിൽ 10 ബൈറ്റ്. ഇപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ 10 ബൈറ്റ് ആണ്. 9 ബൈറ്റ് എന്നൊക്കെ കുറെ ആൾ എഴുതിയിട്ടുണ്ടാവും. എന്നാലും ഒരുപക്ഷെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ /0 ഒക്കെ വിട്ടുപോയതാണെന്നുള്ള നിലക്ക് ചിലപ്പോൾ മാർക്ക് തരുമായിരിക്കും. അഡ്വാൻറ്റേജ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു 4 അഡ്വാൻറ്റേജസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സൈസ് കുറയും, എറർ ഉണ്ടാവാനുള്ള ചാൻസ് കുറയും, കോംപ്ലക്സിറ്റി കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് അത് എഴുതുക. ഓക്കെ, ഇവിടെ 3 പോയിന്റ്സ് എഴുതിയാൽ മതി. പിന്നെ പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻ ടു ഫൈൻഡ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ നമ്പർ ഏതാ? അബ്സല്യൂട്ട് വാല്യൂ കാണാൻ ഉപയോഗിക്കുന്നത് ABS ഫംഗ്ഷൻ ആണ്, നമുക്ക് അറിയുന്ന കാര്യം. രണ്ട് സ്ട്രിങ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് കേസ് നോക്കാതെ കമ്പയർ ചെയ്യാൻ നിങ്ങൾ STR-CMP എന്ന് ആരും എഴുതിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന, ഒരു പ്രതീക്ഷ. STR-CMPI ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, സ്ട്രിങ് കേസ് ഇഗ്നോർ ചെയ്തിട്ട് ഇവിടെ കേസ് ഇറസ്പെക്റ്റീവ് എന്ന് പറയുന്നുണ്ട്. കേസ് നോക്കാതെ കമ്പയർ ചെയ്യാൻ STR-CMPI ആണ്. ക്യാരക്ടർ നമ്പർ ആണോ നോക്കാൻ ഈസ് നാൻ അല്ലെ, നോട്ട് എ നമ്പർ, ഈസ് നാൻ. ഓക്കെ, പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻ യൂസ്ഡ്, സോറി ഇത് ഏതാ? പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻ യൂസ്ഡ് എന്നേ പറയുന്നുള്ളൂ അല്ലെ. ഈസ്നാൻ അല്ല, ഈസ്നാൻ നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ ചോദ്യമാണെങ്കിൽ ചോദ്യത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കറക്റ്റ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയാത്ത സ്ഥിതിക്ക് ഈ ചോദ്യം എവിടുന്ന് ചോദിച്ചതാണ്? C++ എന്നാണ്. അപ്പോൾ C++ൽ ഒരു നമ്പർ ക്യാരക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതായിരുന്നു? ക്യാരക്ടർ നമ്പർ ആണോ ചെക്ക് ചെയ്യാൻ. ടു ചെക്ക് വെദർ, ഇത് നല്ലൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണല്ലോ. ടു ചെക്ക് വെദർ എ ഗിവൺ ക്യാരക്ടർ ഈസ് എ നമ്പർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈസ്നാൻ തന്നെ വരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ. യെസ്, C++ൽ ഈസ് ഡിജിറ്റ് പഠിക്കുന്നുണ്ട് അല്ലേ, സെറ്റാണ്. C++ൽ ഈസ് ഡിജിറ്റ്, അതാണ് ഞാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. C++ൽ ഈസ് ഡിജിറ്റ്, കാരണം C++ൽ ഡിജിറ്റ് ആണോ അല്ലയോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഈ ഡിജിറ്റ്, ഇത് നമ്പർ, ഇവിടെ നമ്പർ എന്ന് നമ്മളെ കൺഫ്യൂഷൻ ആക്കി. ഈസ് ഡിജിറ്റ് എന്നാണ് ഇതിന്റെ ആൻസർ, ഈസ് ഡിജിറ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഈസ് ഡിജിറ്റ്, കാരണം കറക്റ്റ് ആൻസർ. ഇവിടെ C++ ഒന്നും പറയാത്തതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈസ് നാൻ എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. കാരണം ഇത് ജാവാസ്ക്രിപ്റ്റ് ആണോ C++ ആണോ ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതുകൊണ്ട് ഇത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടേണ്ടതാണ്. ഈസ് ഡിജിറ്റ് ആണ് C++ൽ നമ്പർ ആണോ നോക്കാൻ ഉപയോഗിക്കുന്നത്. ഈസ് നാൻ ആണ് ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ഫോണ്ട് ടാഗിനെ പറ്റിയിട്ട് എങ്ങനെയാണ് ഫോണ്ട് ടാഗ് ഉപയോഗിക്കുന്നത്, അതിന്റെ 2-3 ആട്രിബ്യൂട്ട്സിന്റെ കാര്യം പറഞ്ഞാൽ മതി. അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അപ്പിയറൻസ് ചേഞ്ച് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫോണ്ട് ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ഫോണ്ട് ടാഗ് ലാസ്റ്റ് ക്ലോസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫേസ്, കളർ, സൈസ് എന്നെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഫോണ്ട് കൊടുത്താൽ അതിന്റെ കളറും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്ത ഫോണ്ട് ടാഗ് നമ്മളെ ടെക്സ്റ്റിന്റെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യാനെന്നുള്ള രീതിയിലാണെന്നുള്ള ചെറിയ എക്സ്പ്ലനേഷൻ എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ അങ്ങനെ ചോദിക്കാറില്ല. ഡൊമൈൻ നെയിം എങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത് അല്ലെ. ഡൊമൈൻ നെയിം റിസോൾവ് ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്സ് നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കാറുണ്ടായിരുന്ന കാര്യമാണ്. ബ്രൗസർ ആദ്യം ലോക്കൽ മെമ്മറി ക്യാഷിൽ ഉണ്ടോ നോക്കും, പിന്നെ ലോക്കൽ ക്യാഷിൽ ഉണ്ടോ നോക്കും, പിന്നെ DNSന്റെ ലോക്കൽ ISP ഉണ്ടോ നോക്കും. അവിടെ ഇല്ലെങ്കിൽ റൂട്ട് സെർവർ മുതൽ ഒരു റിക്കേഴ്സീവ് സെർച്ച് നടത്തും. എന്നിട്ടാണ് IP അഡ്രസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഈ 5-6 സ്റ്റെപ്പുകളാണ് കവി ഇവിടെ ഉദ്ദേശിച്ചത്. മക്കളെ, kerala.psc.gov.in എന്ന് പറയുന്ന URL അല്ലെങ്കിൽ ഡൊമൈൻ നെയിം എങ്ങനെ റിസോൾവ് ചെയ്തിട്ട് ഇതിന്റെ IP അഡ്രസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്നല്ലേ ചോദിച്ചേ, അതിന്റെ സ്റ്റെപ്പുകളല്ലേ ചോദിച്ചത്. അപ്പൊ ആ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പുകളാണ്. നിങ്ങൾ പലരും ഇത് എഴുതിയിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷെ എന്തായാലും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ആൻസർ അതായിരുന്നു. ഓക്കെ, പിന്നെ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഇവർ തന്നിട്ടുണ്ട്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അല്ലെ. ഈ ഒരു സ്ട്രിങ് നിങ്ങൾ ചിലപ്പോൾ ഇപ്പൊ കാണാനും കേൾക്കാനും ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, എക്സാം ടഫ് ആയതുകൊണ്ട്. പക്ഷെ അവർ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് y = വൈയിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ. ഇവർ എന്താ ചോദിക്കുന്നത്? ഓരോ കേസിലും പ്രെഡിക്റ്റ് ദ വാല്യൂ ഓഫ് y ആണ്. ഓരോ കേസിലും വൈന്റെ വാല്യൂ എന്താ? ഫസ്റ്റത്തെ കേസിൽ വൈന്റെ വാല്യൂ എന്താ? ഈസ് നാൻ ഓഫ് എക്സ്. എടാ, എക്സിൽ എന്താ ഉള്ളത്? കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. അത് നോട്ട് എ നമ്പർ ആണോ? ആണ്. നമ്പർ അല്ല. അപ്പൊ നമ്പർ അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ എന്താ വരിക? നമ്പർ അല്ലെങ്കിൽ ഫാൾസ് അല്ല, ട്രൂ ആണ് അല്ലെ. ഈസ് നാൻ ഫംഗ്ഷൻ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്പർ അല്ലെങ്കിൽ ട്രൂ ആയിരിക്കും. ഇത് നമ്പർ അല്ല, കാരണം എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ അല്ല, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ സ്ട്രിംഗ് ആണ്, നമ്പർ അല്ലെങ്കിൽ ട്രൂ ആയിരിക്കും. നോട്ട് എ നമ്പർ ആണെങ്കിൽ ട്രൂ ആയിരിക്കും. പിന്നെ x.char@0. മക്കളെ, ഈ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന സ്ട്രിംഗ് അല്ലേ എക്സിലുള്ള. അപ്പൊ x.char@0 എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ അപ്ലിക്കേഷന്റെ 0th പൊസിഷനിൽ C ആണ് ഉണ്ടാവുക. അപ്പൊ C ആണ് ഇതിന്റെ ആൻസർ. C ആണ് വൈയിൽ സ്റ്റോർ ചെയ്യുക. അപ്പൊ രണ്ടാമത്തെ കേസിൽ C ആണ് വരിക. പിന്നെ വൈയിലേക്ക് മൂന്നാമത്തെ കേസിൽ എന്താ സ്റ്റോർ ചെയ്യുക? x.lower case
എക്സ് ഡോട്ട് ടു ലോവർ കേസ് എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിനെ സ്മോളർ കേസ് ആക്കിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന സ്ട്രിങ് ഫുള്ള് ക്യാപിറ്റൽ അല്ലേ, അപ്പോൾ ആ സാധനത്തിന് നിങ്ങൾ ഫുള്ള് സ്മോൾ ലെറ്ററിൽ എഴുതിയാൽ മതി. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന സ്ട്രിങ് ഫുള്ള് സ്മോൾ ലെറ്ററിൽ എഴുതി അതായിരിക്കും വൈയിൽ സ്റ്റോർ ചെയ്യുക. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗ്, ഷെയർഡ്, പിന്നെ ഡെഡിക്കേറ്റഡ് എന്ന് പറഞ്ഞ 3 VPS ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, യെസ് ഈ ഒരു ചോദ്യമാണ് അല്ലേ, ഇത് നിങ്ങളെ ഞാൻ 100% പ്രെഡിക്റ്റ് ചെയ്ത ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻ എന്തായാലും വരും, SQL കൊറി ചെയ്താൽ ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഇവർ തന്നത് ടേബിൾ സ്റ്റുഡൻറ്റ് തന്നിട്ട് റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, കോഴ്സ് ഉണ്ട് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞാണ് അങ്ങനെ തന്നാൽ നിങ്ങൾ ആലോചിക്കുക ഈ ടേബിളിൽ ഇതൊക്കെ ഉണ്ട് എന്ന് ആലോചിക്കുക. റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, അതുപോലെ തന്നെ കോഴ്സ് ഉണ്ട് എന്നൊക്കെ ആലോചിക്കുക. എന്നിട്ട് ചോദിക്കുകയാണ് ചോദ്യം ഫസ്റ്റത്തെ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ഓഫ് കോഴ്സ്. അപ്പം കോഴ്സിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം എന്നല്ലേ പറയുന്നത്. അപ്പോൾ സെലക്ട് സ്റ്റാഫ് ഫ്രം സ്റ്റുഡൻറ്റ് മാത്രം എഴുതിയാൽ പോരാ, ഓർഡർ ബൈ കോഴ്സ്. ഓർഡർ ബൈ കോഴ്സ് എന്ന് എഴുതിയാൽ മതി. അസെൻഡിങ് ഓർഡറിൽ ASC എന്ന് തന്നെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ASC എന്ന് എഴുതിയില്ലെങ്കിലും അസെൻഡിങ് ഓർഡറിൽ തന്നെയായിരിക്കും അറേഞ്ച് ചെയ്യുക. ഓർഡർ ബൈ കോഴ്സ് ASC സെമിക്കോളൻ, ഇതാണ് അതിന്റെ കോഡ്. ASC എന്ന് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല, ഓർഡർ ബൈ കോഴ്സ് സെമിക്കോളൻ ഇട്ടാൽ കറക്റ്റ് ആയിരിക്കും. കാരണം ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ ഡീഫോൾട്ട് ഓർഡർ ആണ്, അസെൻഡിങ് ഓർഡർ ആണ്. അപ്പോൾ അത് ASC എന്ന് കൊടുത്തില്ലെങ്കിലും ഡീഫോൾട്ട് ആയിട്ട് അസെൻഡിങ്ങിൽ തന്നെ അറേഞ്ച് ചെയ്യുക. ഫിൽ ദ കോളം ടോട്ടൽ. ടോട്ടൽ എന്ന് പറയുന്ന കോളത്തിൽ വാല്യൂ ഒന്നും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് സം ഓഫ് 3 മാർക്സ് ആയിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇല്ലാത്ത സാധനത്തിന് അപ്ഡേറ്റ് അല്ലേ ചെയ്യണ്ടേ. അപ്ഡേറ്റ് സ്റ്റുഡന്റ് സെറ്റ് ടോട്ടൽ ഈക്വൽ ടു എന്ന് പറഞ്ഞ് മാർക്ക് 1 മാർക്ക് 2 പ്ലസ് മാർക്ക് 3 ആക്കിയിട്ട് സെറ്റ് ചെയ്താൽ മതി. ഡിസ്പ്ലേ ദ നെയിമും കോഴ്സും ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ സെലക്ട് നെയിം കോഴ്സ് എന്ന് കൊടുക്കുക. ഓഫ് ഫെയിൽഡ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഫ്രം സ്റ്റുഡന്റ് വേർ ഫെയിൽ ആയത് എങ്ങനെയാണെന്ന് ഇവർ പറയുന്നുണ്ട്, ടോട്ടൽ ലെസ് ദാൻ 90 ആയിരിക്കും. അപ്പോൾ വേർ ടോട്ടൽ ലെസ് ദാൻ 90 എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുത്താൽ മതി. പിന്നെ MIS എന്ന് പറഞ്ഞ മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. DNS ഡെസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആണ്. ഇത് ERP എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉള്ള ഒരു ചോദ്യമാണ്, ഡയറക്റ്റ് ചോദ്യമാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളെ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ A+ സീരീസ് വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ പോപ്പുലാരിറ്റി ഓഫ് ഇന്റർനെറ്റ് ഇൻക്രീസ്ഡ് ദ റിസ്ക് ഓഫ് ഓൺലൈൻ ക്രൈംസ്. ഇവർ ഇങ്ങനെ ഒരു സെന്റൻസ് തന്നിട്ട് ചോദിക്കുകയാണ് സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ് ഏതൊക്കെയാ സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐഡന്റിറ്റി തെഫ്റ്റ്, ഹറാസ്മെന്റ്, വയലേഷൻ ഓഫ് പ്രൈവസി, ഡിസമിനേഷൻ ഓഫ് ഓപ്ഷൻസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഒരു 5 ഉണ്ട്. ഡിസ്കസ് എനി 3, അതിൽ ഏതെങ്കിലും 3 എഴുതിയിട്ട് അത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. പിന്നെ അടുത്ത റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന്റെ ഉപയോഗം പറയുന്നുണ്ട്. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം എന്ന് കൺട്രോൾ റിട്ടേൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് എഴുതിയാൽ മതി. അതൊരു ജമ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് വേണമെങ്കിൽ തള്ളിവിടാം. പ്രോഗ്രാം കൺട്രോൾ റിട്ടേൺ ചെയ്യാനാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഡെഫിനിഷൻ ജമ്പ് സ്റ്റേറ്റ്മെന്റ്സിൽ പഠിച്ചതാണ്. പിന്നെ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ്, ഇത് പലരെയും ബുദ്ധിമുട്ടിച്ച, അതായത് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടായിരിക്കും നിങ്ങൾ പലരും എക്സാം ടഫ് ആണെന്ന് പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ 100% എനിക്ക് ഉറപ്പാണ്. കാരണം ഈ ക്വസ്റ്റ്യൻ കുറച്ച് ബുദ്ധിമുട്ടിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒന്നുമില്ല, I=1, I<5, I++. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവണം I=1, 2, 3, 4, 5 വരെ ഈ ലൂപ്പ് വർക്ക് ചെയ്യേണ്ടതാണ്. I1 മുതൽ 5 വരെ എന്തായാലും എണ്ണി തുടങ്ങും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഓരോ പ്രാവശ്യവും ഇവിടെ I എന്നല്ല ഡിസ്പ്ലേ ചെയ്യുന്ന ഹലോ എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് ഹലോ എന്ന് പറയുന്നത് 5 പ്രാവശ്യം വരണം എന്നായിരുന്നു. എന്നാൽ അതല്ല, ഇവിടെ I%3 =0 ആകുമ്പോൾ ഇവർ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതായത് I=3 എന്നല്ല പറയുന്നത്, I-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടപ്പോഴാ 3ന്റെ എന്താ പറയാ 3ന്റെ മൾട്ടിപ്പിൾസ് വരുമ്പോൾ മാത്രല്ലേ. അപ്പൊ 3 വരുമ്പോൾ മാത്രല്ലേ ആ പ്രശ്നം വരുള്ളൂ. 3 കൊണ്ട്, അതായത് I എന്ന് പറയുമ്പോൾ 3 വരുമ്പോൾ മാത്രല്ലേ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടുള്ളൂ. 3നെ മാത്രല്ലേ ഈ നമ്പേഴ്സിൽ 1, 2, 3, 4, 5 3നെ മാത്രല്ലേ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 കിട്ടുള്ളൂ. അപ്പൊ I-ന്റെ വാല്യൂ 3 ആകുമ്പോൾ മാത്രമേ ഇത് ബ്രേക്ക് ചെയ്യുള്ളൂ. മനസ്സിലായോ? I-ന്റെ വാല്യൂ 3 ആകുമ്പോൾ, അല്ലെങ്കിൽ I-നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 0 കിട്ടുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യും. അപ്പൊ എവിടെയൊക്കെ ബ്രേക്ക് ചെയ്യും, എവിടുന്നാ ബ്രേക്ക് ചെയ്യുക? I1 ആകുമ്പോൾ പ്രശ്നമുണ്ടോ? വർക്ക് ചെയ്യും. അപ്പൊ ഹലോ ഒരു പ്രാവശ്യം വർക്ക് ചെയ്യും, ഇത് ഒരു പ്രാവശ്യം വർക്ക് ചെയ്യും. പിന്നെ I2 ആകുമ്പോൾ പ്രശ്നമുണ്ടോ? ഇല്ല. 2% 3 = 0 അല്ല, 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 അല്ല, അപ്പോഴും വർക്ക് ചെയ്യും. ഇപ്പൊ രണ്ടാമത്തെ ഹലോ വർക്ക് ചെയ്യും, അല്ലെ, രണ്ടാമത്തെ ഹലോ പ്രിന്റ് ചെയ്യും. പിന്നെ I3 ആകുമ്പോൾ പക്ഷെ പ്രശ്നമാണ്. കാരണം I3 ആകുമ്പോൾ 3% 3 0 ആയി പോകും. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയി പോകും. അപ്പൊ ബ്രേക്ക് ചെയ്യും. അപ്പൊ 2 ഹലോന്നേ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ഈ ലൂപ്പിന്റെ ഔട്ട്പുട്ട് എന്താന്ന് ചോദിച്ചാൽ മക്കളെ എത്രയേ ഉള്ളൂ, 2 പ്രാവശ്യം ഹലോ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്. 2 പ്രാവശ്യം ഹലോ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്, 2 മാർക്ക് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ബ്രേക്കിന് പകരം കണ്ടിന്യൂ ആണ് അവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്താ ഔട്ട്പുട്ട് വരാന്നാ ചോദിക്കുന്നത്. അപ്പൊ I=3 ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ 1, 2, 3, 4, 5 5 പ്രാവശ്യം ഹലോ എന്ന് വരേണ്ടതായിരുന്നു. അപ്പൊ I=3 ആകുമ്പോൾ മാത്രമല്ലേ ഇവിടെ പ്രശ്നമുള്ളൂ. ഇവിടെ ബ്രേക്കിന് പകരം കണ്ടിന്യൂ കൊടുത്ത ഔട്ട്പുട്ട് എന്താന്നാ പറയുന്നത്. കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ എന്താവൂല, ബ്രേക്ക് ആയി പോവില്ല, നേരെ ഇങ്ങോട്ടേക്ക് അങ്ങ് പോയി കളയും, I++ലേക്ക് പോകും. അപ്പൊ 3 ആവുമ്പോൾ ഹലോ ഡിസ്പ്ലേ ചെയ്യൂല, അതൊക്കെ അതെന്തായാലും സ്കിപ്പ് ആവും. പക്ഷെ 4 ആവുമ്പോൾ ഒരു പ്രശ്നമില്ലാണ്ട് വർക്ക് ചെയ്യൂലേ, 5 ആവുമ്പോൾ ഒരു പ്രശ്നമില്ലാണ്ട് വർക്ക് ചെയ്യൂലേ. ഇപ്പൊ 2 ഹലോ കൂടെ വരും, ഒന്ന് 4 ആകുമ്പോൾ ഉള്ളതും
ഒന്ന് 5 ആകുമ്പോൾ ഉള്ളതും. മനസ്സിലായോ? അപ്പോൾ ഈ എന്താ പറയാ, കണ്ടിന്യൂവിന് പകരം ബ്രേക്ക് കൊടുത്താൽ ഔട്ട്പുട്ട് എന്താന്ന് വെച്ചാൽ അത് 4 ഹലോ ആണ്. 4 ഹലോ ആണ് കേട്ടോ. ഇതാണ് ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, കുറച്ച് കുഴപ്പിച്ച ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എന്നാലും കൺസെപ്റ്റ് അറിയാവുന്ന ആളുകൾക്ക്, അതായത് ഇൻ മൈ ഒപ്പീനിയൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് തലേന്ന്, എക്സാമിന്റെ തലേന്ന് പോയി പഠിച്ചിട്ട് എഴുതാൻ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. അതായത് നമ്മൾ ഫസ്റ്റ് മുതൽ ചെയ്യുന്നതിന്റെ ഒരു 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 എന്താ പറയാ, റിസൾട്ട് എന്നുള്ള രീതിയിൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. എന്നാൽ ഇത് ഒരിക്കലും ടഫ് അല്ല. കൺസെപ്റ്റ് അറിയാവുന്ന കുട്ടികൾക്ക് എന്തായാലും ഇതിൽ A+ തന്നെ വാങ്ങാൻ പറ്റും. അതായത് നമ്മൾ ഓൾറെഡി നമ്മളെ ചാനലിൽ A+ സീരീസ് എന്ന് പറയുന്ന ഒരു വീഡിയോ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പ്ലേലിസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജെന്യുവൻ ആയിട്ട് നിങ്ങൾ പറയണം, അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് A+ കിട്ടും. പക്ഷെ അതിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കിട്ടാൻ സാധ്യത ഇല്ലാത്തത്, കാരണം നമുക്ക് അല്ല 2 ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നത്, അതിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ആൻസർ കിട്ടാൻ സാധ്യത ഇല്ലാത്ത 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഒരുപക്ഷെ ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ മെറ്റാഡാറ്റ ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ വൈൽഡ് കാർഡ് ക്യാരക്ടർ അല്ലെ, അങ്ങനെയുള്ള 2-3 വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ A+ സീരീസിലൊക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഈ കോഡ് HTML ഞാൻ എജുപോർട്ടിന്റെ എന്താ പറയാ പ്രിഡിക്ഷൻ വീഡിയോയിൽ പ്രിഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ടേബിൾ ഉണ്ടാവാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക. കണ്ടോ, ഒരു ടേബിൾ ഉണ്ടാക്കാനുള്ള ചോദ്യം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്മിഷൻ നമ്പറും നെയിമും ബാച്ചും ബോൾഡ് ആക്കി കൊടുക്കാൻ വേണ്ടി TH കൊടുക്കണം. ബാക്കിയെല്ലാം സാധാ കൊടുക്കുന്ന പോലെ കൊടുത്താൽ മതി. പിന്നെ ആട്രിബ്യൂട്ട്സ് ഓഫ് ടേബിൾ ടാഗ് നിങ്ങൾക്ക് അറിയാം, ബോർഡർ, BG കളർ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. കോൾ സ്പാൻ അല്ല, മറ്റേ ഇത് ബോർഡർ, BG കളറ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ആട്രിബ്യൂട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സെൽ സ്പേസിങ്, സെൽ പാഡിങ്, അങ്ങനത്തെ കുറെ. ഏതെങ്കിലും 4 നെയിം ചെയ്താൽ മതി. എക്സ്പ്ലനേഷനിൽ ഒന്നും വേണ്ട, ഒരു 4 ജസ്റ്റ് ലിസ്റ്റ് ചെയ്താൽ മതി. റിലേഷണൽ ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ ടേബിൾസിന്റെ മേലെ അപ്ലൈ ചെയ്യുന്ന ഓൾജിബ്രയാണ്. ടേബിൾസിന്റെ മേലെ റിലേഷണൽസിന്റെ മേലെ അപ്ലൈ ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് റിലേഷണൽ ഓൾജിബ്ര. കണ്ട, ഈ ചോദ്യം ഒന്നും ചിലപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവില്ല. എഴുതിയിട്ടുണ്ടാവില്ല എന്നല്ല, മനസ്സിലായിട്ടുണ്ടാവില്ല പലർക്കും. ബൈനറി ഓപ്പറേഷൻസ് ഓൺ പെയർ ഓഫ് റിലേഷൻസ്, അതായത് റിലേഷണൽ ഓൾജിബ്രയിൽ കുറെ ഓപ്പറേഷൻസ് ഇല്ലേ, സെലക്ട്, പ്രൊജക്ട്, യൂണിയൻ എന്നെല്ലാം പറഞ്ഞിട്ട്. അതിൽ ബൈനറി ഏതൊക്കെയാ? അതായത് സെലക്റ്റും അതുപോലെ തന്നെ പ്രൊജക്റ്റും എഴുതണ്ട, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. സെലക്റ്റും പ്രൊജക്റ്റും യൂണറി ആണ്. ഇത് രണ്ടും യൂണറി ആണ് എന്ന് പറഞ്ഞാൽ ഒറ്റ ടേബിളിന്റെ മേലെ അപ്ലൈ ചെയ്യുന്നതാണ്. ബാക്കിയുള്ള യൂണിയൻ, ഇന്റർസെക്ഷൻ, കോൺകാറ്റിനേഷൻ, സെറ്റ് ഡിഫറൻസ്, ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ പറ്റിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, ഇതൊക്കെ 2 ടേബിൾസിന്റെ മേലെ അല്ലേ. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താണ് യൂണിയൻ, എന്താണ് ഇന്റർസെക്ഷൻ, എന്താണ് സെറ്റ് ഡിഫറൻസ്, എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. മക്കളെ, നമ്മൾ ഇതൊക്കെ A+ സീരീസിന്റെ വീഡിയോസിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. ഓക്കെ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പറ്റുമെങ്കിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ, പറ്റുമെങ്കിൽ അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, കാരണം അതിന്റെ എക്സാമ്പിൾ ഫ്രെയിം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എക്സാമ്പിൾ നിർബന്ധമായിട്ട് വരില്ല, പക്ഷെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ലത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. കുറച്ച് ടഫ് എന്ന് പറയാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ, ഇതൊന്നും ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സാധനമാണ്. ഇതൊക്കെ ചോദിക്കുന്നുള്ളത് ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സാധനമാണ്. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ എന്തായാലും ചോദിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിലും, പക്ഷേ അത് പലപ്പോഴും കുട്ടികൾക്ക് 27ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ SQL കുറി എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ആണ് 24 അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിലും കണ്ടോ, ക്യാരക്ടർ നമ്പർ ആണോ, ഇവിടെ C++ ആണോ, ജാവാസ്ക്രിപ്റ്റ് ആണോ എന്ന് പോലും പറയാതെയാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണെന്നറിയോ, മറ്റൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. യെസ്, പിന്നെ നമുക്ക് വരുന്നത് ഇതിലൊക്കെയാണ്. ബാക്കിയൊക്കെ എക്സ്പെക്ടഡ് ആയിരുന്നു. പിന്നെ വരുന്ന ഈ വൺ വേർഡിലാണ്, ഈ 5 ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻ ആണ് 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ പിന്നെ വൺ വേർഡ് നമുക്ക് ഒരുപക്ഷെ ചോദിക്കാം, ടെക്സ്റ്റിൽ ഡയറക്റ്റ് ഉള്ള സംഭവമാണ്. അപ്പൊ ഇതൊക്കെ ഒരു അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഈ 5ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അപ്പൊ മക്കളെ, ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ നമ്മളെ ചാനലിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയാ, തൽക്കാലത്തേക്ക് ഇനിയിപ്പോ നിങ്ങൾക്ക് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും എനിക്ക് തരാനില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ ജൂനിയേഴ്സിനോടൊക്കെ നമ്മളെ ചാനൽസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുക. ഓക്കെ, മാക്സിമം നമ്മളെ പ്രൊമോട്ട് ചെയ്യുക, നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ആൻഡ് മേ ബി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറെ വീഡിയോസ് ഇൻ ഫ്യൂച്ചർ, നിങ്ങൾക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ, കമ്പ്യൂട്ടർ സയൻസ് BCA കോഴ്സുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ സയൻസിന്റെ കോളേജിൽ, കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ BCA സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്ന ആക്ച്വലി കോളേജ് ലെക്ചറർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, BCA കോഴ്സുകൾ, അതുപോലെ തന്നെ BBA കോഴ്സുകൾ, അങ്ങനെ ഒരുപാട് അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾ, ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക്
പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. +1 +2 കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഈ ചാനലിൽ ഞാൻ ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഒരുപാട് കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവണ്ട. ഈ ഒരു അല്ലെ, നമ്മളെ ഒരു സിംഗിൾ പീസ് ഓഫ് പേപ്പർ അല്ല നമ്മളെ ഭാവി തീരുമാനിക്കുന്ന എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പൊ ടെൻഷൻ അടിച്ചിരിക്കണ്ട, അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കണ്ട. ഇനിയും അല്ലെ, ഒരുപക്ഷെ മേ ബി എക്സാം ലിബറലൊക്കെ ആയാൽ, വാല്യുവേഷൻ ഒക്കെ ലിബറലൊക്കെ ആയാലും സ്റ്റിൽ നിങ്ങൾക്ക് A+ തന്നെ കിട്ടും. ഡോണ്ട് വറി, നിങ്ങൾ പാനിക് ആവേണ്ട ഒരു സിറ്റുവേഷനും ഇല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനിയുള്ള എക്സാമുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. അതിന് നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, ഒരു എക്സാം ഒരുപക്ഷെ ഇതുപോലെയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ ഇത് ഭയങ്കര ടഫാണെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് ബുദ്ധിമുട്ട്, അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ, അതായത് മോഡൽ എക്സാമിനെ അപേക്ഷിച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇനി ബാക്കി നിങ്ങൾ കമന്റ് ചെയ്യുക ഈ വീഡിയോന്റെ താഴെ. നിങ്ങളെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ മക്കളെ, താങ്ക് യു സോ മച്ച്.